അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ ശക്തികൾക്ക് തീരെഴുതരുതെന്ന ആവശ്യമുയർത്തി CPI അങ്കമാലി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന മാർച്ച് മുൻ MLA ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ ശക്തികൾക്ക് തീരെഴുതരുതെന്ന ആവശ്യമുയർത്തി CPI അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മുൻ MLA ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ പദ്ധതിയുടെ മറവിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധമെന്ന് അദ്ദേഹം പറഞ്ഞു. PM ശ്രീ പദ്ധതി കേരളം നടപ്പിലാക്കരുത് എന്നാണ് ഈ സമരത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. PM ശ്രീ പദ്ധതി 2023 കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതി വിദ്യാഭ്യാസ മേഖലയിൽ ചില പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് PM ശ്രീ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. പക്ഷേ PM ശ്രീയുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകളുമെല്ലാം വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. 2020 കേന്ദ്ര ഗവൺമെന്റ് ഒരു വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP എന്നാണ് അവരുടെ പേര്. അങ്ങനെ ഒരു നയം പ്രഖ്യാപിക്കാൻ ഗവൺമെന്റിനെ സംബന്ധിച്ച് അവകാശമുണ്ട്, ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഒരു നയപ്രഖ്യാപനം പാർലമെന്റ് മുമ്പാകെ വരുമ്പോൾ ആ പാർലമെന്റിൽ അതിനാവശ്യമായ ചർച്ചകൾ നടത്തേണ്ടത് അനിവാര്യമായ അനുകൂലമായും പ്രതികൂലമായുമുള്ള അഭിപ്രായങ്ങളെല്ലാം കേട്ടുകൊണ്ടാണ് ആ നയത്തിന് അന്തിമ രൂപം നൽകുന്നത്. PM ശ്രീ പദ്ധതി വെറും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി മാത്രമല്ലെന്നും കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയവും ആശയങ്ങളും സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള ഉപാധിയാണെന്നും ബാബു പോൾ ആരോപിച്ചു. മണ്ഡലം സെക്രട്ടറി ജോസഫ് ചെറിയത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ കൗൺസിലർ അംഗം അഡ്വക്കേറ്റ് ബൈജു രാജ്, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി MM പരമേശ്വരൻ, MS ചന്ദ്രബോസ്, രേഖ ശ്രീജേഷ്, OG കിഷോർ, S റൈഫൻ എന്നിവർ സംസാരിച്ചു.